ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. അപ്പോൾ നോമ്പൊക്കെ കഴിയാറായി, ഈദ് വരികയാണ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈദിന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡെസേർട്ട് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു അറബിക് ഡെസേർട്ടാണ്, ഖത്തൈഫ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് അറബിക് ഡെസേർട്ട് ആണെങ്കിലും നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു അറബിക് ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഡെസേർട്ടിന് വേണ്ട മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുകയാണ്. വറുത്തതായാലും വറുക്കാത്തായാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഏതാണെങ്കിലും 1 കപ്പ് റവ എടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ആവണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് ഈസ്റ്റാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഈസ്റ്റാണ് കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു 1/2 ടീസ്പൂണ് ഈസ്റ്റും ഈ ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയും ഇളം ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ഈസ്റ്റ് പൊന്താൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഒരു 5 മിനിറ്റ്. എന്നിട്ട് വേണം കേട്ടോ ഈ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പൊടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പൊടി എടുത്തിട്ടുള്ള അതേ കപ്പിന് തന്നെ 2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പൊടിയിലേക്ക് 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ കറക്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെ എടുക്കുക, തണുത്ത വെള്ളം എടുക്കരുത് കേട്ടോ. തണുത്ത വെള്ളം എടുത്താൽ ഇത് പെട്ടെന്ന് പൊങ്ങി കിട്ടൂല ഈ ഒരു മാവ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഈ മാവൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ക്രീം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടുള്ള ക്രീമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സോസ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് കുക്കായിട്ട് നല്ല തിക്കായിട്ട് വരണം. ഈ ഒരു കോൺഫ്ലവറും കസ്റ്റാർഡ് പൗഡറൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരണം. ഇപ്പോൾ ഈ ഒരു ക്രീം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഈ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെയും കോൺഫ്ലവറിൻ്റെയും പച്ച ടേസ്റ്റ് ഉണ്ടാവും. നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് തിക്കായി കിട്ടും. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടെ ഈ ഒരു കൊക്കോ പൗഡറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഈ പൊടികളെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 1.25 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ 1 കപ്പ് പാലേ കാണുന്നുണ്ടാവുള്ളൂ. ഞാൻ 1/4 കപ്പ് ഒഴിച്ചു കൊടുത്ത സമയത്ത് ക്യാമറ ഓഫ് ആയതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1.25 കപ്പ് പാൽ തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സാൾട്ടുള്ള ബട്ടറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പ് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കൊക്കോ പൗഡർ, മൈദപ്പൊടിയും പഞ്ചസാരയും കൂടിയുള്ള മിക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ ഒരു കൊക്കോ പൗഡറും മൈദപ്പൊടിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരുള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ചോക്ലേറ്റ് ക്രീം. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ വാനില എസൻസ് ഇല്ല, അപ്പോൾ അതാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ക്രീമും നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ചോക്ലേറ്റ് ക്രീം റെഡിയായി കിട്ടും. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 1/2 കപ്പ് വെള്ളമാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ്, അതായത് ഒരു 1/4 കപ്പ് മാവ് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പാന് നന്നായിട്ട് ചൂടാവണം കേട്ടോ. നന്നായി ചൂടായാൽ മാത്രമേ നമ്മളിത് ഒഴിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ ബബിൾസ് ആയിട്ട് വരുള്ളൂ. ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ട കുക്ക് ചെയ്തെടുക്കാൻ. മാവ് ഒഴിച്ചു കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. പിന്നെ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 1 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു പാൻ കേക്ക് കുക്കായി കിട്ടും. ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ഗോൾഡൻ കളറിലായിരിക്കും. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുത്താലുള്ളൂ നമുക്ക് ഈ ഒരു കളറിൽ പാൻ കേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പാൻ കേക്കും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പാൻ കേക്ക് ഉണ്ടാക്കിയെടുത്ത ശേഷം നമ്മളൊരു തുണി വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഈ ഒരു പാൻ കേക്ക് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോവും. ഇനി നമുക്ക് ഈ പാൻ കേക്കിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ പാൻ കേക്കും എടുത്തിട്ട് നമുക്കതിലേക്ക് കസ്റ്റാർഡ് ക്രീം വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ കസ്റ്റാർഡ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കിതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിക്കിട്ടും. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണും കൂടെ ക്രീം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കത്തൈഫ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം പിസ്ത പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടുള്ള കത്തൈഫ് റെഡിയാക്കി എടുക്കാം. ഓരോ പാൻ കേക്കും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് സൈഡ് പ്രസ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ക്രീം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിൽ നമുക്കൊരല്പം പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീം വെച്ചിട്ടുള്ള കത്തൈഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പാൻ കേക്കും ക്രീമും തീരുന്നത് വരെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാ കത്തൈഫും ഞാൻ ക്രീം വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതിന് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് വേണം കേട്ടോ കഴിക്കാൻ. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് മാത്രം ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കുതിർന്ന് പോവും. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കത്തൈഫ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്